പുറം വായന കൊണ്ട് മാത്രം ഒരു നോവലിനെ വിലയിരുത്താനാകില്ലെന്ന പ്രശസ്ത നോവലിസ്റ്റും കോളേജ് അധ്യാപികയുമായ ആർ രാജശ്രീ മുംബൈയിൽ ന്യൂ ബോംബെ കേരളീയ സമാജത്തിന്റെ സാഹിത്യ സദസ്സായ അക്ഷരസന്ധ്യയുടെ 11ാമത് വാർഷികാഘോഷത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. സമകാലിക മലയാള നോവൽ സാഹിത്യത്തെയും എഴുത്തുകാരുടെ സാമൂഹിക ഉത്തരവാദിത്തത്തെയും കുറിച്ചുള്ള രാജശ്രീയുടെ നിലപാടുകൾ ശ്രദ്ധേയമാക്കി. ന്യൂ ബോംബെ കേരളീയ സമാജത്തിന്റെ സാഹിത്യ സദസ്സായ അക്ഷരസന്ധ്യയുടെ 11ാം വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു പ്രശസ്ത നോവലിസ്റ്റും അധ്യാപികയുമായ ആർ രാജശ്രീ. സമകാലിക മലയാള നോവൽ സാഹിത്യത്തിലെ പ്രമുഖ ശബ്ദങ്ങളിലൊന്നായ രാജശ്രീയുടെ മുംബൈയിലെ ആദ്യ സന്ദർശനമാണിത്. അതായത് കേരളം വിട്ടിട്ട് പുറത്തുപോയി ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് നമ്മുടെ ദേശം എന്താണെന്ന് കുറേ കൂടി മനസ്സിലാക്കാൻ പറ്റും. അവർ കുറേ കൂടി ആഴത്തിൽ നമ്മുടെ ദേശത്തെ അറിയാൻ ശ്രമിക്കുന്നു. നോവലിനെ പുറം വായനയിലൂടെ മാത്രം വിലയിരുത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി രാജശ്രീ ചൂണ്ടിക്കാട്ടി. നോവൽ ശരിക്കും അതിന്റെ ഒരു കഥ വെറുതെ പറഞ്ഞു പോകുക എന്നുള്ളതല്ല നോവലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ബൃഹത്തായ ക്യാൻവാസിൽ രചിക്കപ്പെടുന്ന നോവൽ പ്രമേയപരമായ സൗന്ദര്യം മാത്രമല്ല, ഭാഷയുടെയും ആഖ്യാന സൗകുമാരത്തിന്റെയും സമന്വയമാണെന്നും കഥാകാരി പറഞ്ഞു. എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടായിരിക്കുക, അത് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് നോവലിന്റെ ക്രാഫ്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നോവലിൽ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ടെന്നും സമ്മിശ്ര ഭാഷാ ശൈലികൾ ആഖ്യാനത്തിൽ വരുത്തുന്ന തന്ത്രങ്ങളാണെന്നും ആത്രേയകം എന്ന നോവലിന്റെ കഥാകാരി വ്യക്തമാക്കി. അതായത് മനുഷ്യർ സമൂഹത്തിൽ കൈയാളുന്ന അധികാരത്തിന്റെ ബലത്തിലാണ് അവരുടെ ഭാഷ വരുന്നത്. ഉദാഹരണത്തിന് ചിത്രസേനന്റെ ഭാഷയല്ല ആണിക്കാരന്റെ ഭാഷ. സങ്കീർണ വാക്യങ്ങളുണ്ട്, ലളിതവാക്യങ്ങളുണ്ട്. അത് ആഖ്യാനത്തിലടക്കം നമ്മൾ ഭാഷ കൊണ്ട് വരുത്തുന്ന ചില തന്ത്രങ്ങളാണ്. എഴുത്തുകാർക്ക് സാമൂഹിക ഉത്തരവാദിത്തമുണ്ടെന്നും വിവാദങ്ങൾ ഉയരുമ്പോൾ ഇടപെടുന്നവർ സത്യാവസ്ഥ പരിശോധിക്കാനുള്ള ബാധ്യത പോലും നിർവഹിക്കുന്നില്ലെന്നും രാജശ്രീ വിമർശിച്ചു. പിന്നെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് ഇടപെടുന്ന ആൾക്കാരുടെ ഒരു ഉത്തരവാദിത്തമേ അല്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു പുസ്തകം എഴുതി ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പണിയല്ല. പക്ഷെ ഒരു വിവാദം ഉണ്ടാക്കിയാൽ ചെറുപക്ഷെ അതങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ ഇപ്പം വെറുതെ വിവാദം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു പബ്ലിഷറെ വിളിക്കുക, ഞാനിങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ പുസ്തകത്തിൻ്റെ 1000 കോപ്പി അടിച്ചു തരുമോ എന്ന് ചോദിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജശ്രീയുടെ നോവലുകൾ ആസ്പദമാക്കി നടന്ന സംവാദത്തിൽ സദസ്സും എഴുത്തുകാരിയും സജീവമായി പങ്കെടുത്തു. മാധ്യമപ്രവർത്തകൻ PR സഞ്ജയ് പരിപാടികൾ നിയന്ത്രിച്ചു. പ്രേംലാൽ, കൈലി ന്യൂസ്.